ഭക്തിയിൽ ആറാടുകയാണ് സന്നിധാനം. ചിങ്ങപ്പുലരിയിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ ഒട്ടേറെ ഭക്തർ താഴെ തിരുമലത്ത്, അതുപോലെ തന്നെ നടപ്പന്തൽ, ഫ്ലൈ ഓവറിലൊക്കെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അതിൽ കന്നിസ്വാമിമാരുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്, കുഞ്ഞ് അയ്യപ്പന്മാരും ഗുരുസ്വാമിമാരും ഒക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ പുതുവർഷാരംഭത്തിൽ അയ്യപ്പനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. 5 മണിയോടുകൂടിയാണ് ശ്രീകോവിൽ തുറന്നത്. ആ സമയത്ത് ഉയർന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണ മന്ത്രങ്ങൾ ഈ 18 മലകൾക്കും മുകളിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ താന്ത്രിക തലമുറയുടെ ഒരു മാറ്റമാണ്. തന്ത്രി രാജീവരുടെ മകൻ തന്ത്രി ബ്രഹ്മനാണ് ഈ മാസത്തെ ഈ മാസപൂജയ്ക്ക് നേതൃത്വം നൽകുക. ഈ വർഷം അങ്ങോട്ട് അദ്ദേഹമായിരിക്കും ഈ പൂജകൾക്ക് നേതൃത്വം നൽകുക. അതൊരു താന്ത്രിക കുടുംബത്തിന്റെ തലമുറ മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നലെ തന്നെ അദ്ദേഹം എത്തി. ഇവിടെ വൈകിട്ട് ശ്രീകോവിൽ നട തുറന്നു. ഇന്ന് രാവിലെ 5 മണിക്ക് മേൽശാന്തിക്കൊപ്പം നടതുറക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നെയ്യഭിഷേകത്തിനും മറ്റ് പ്രാസാദ ശുദ്ധിക്രിയ അടക്കമുള്ള ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത് തന്ത്രി ബ്രഹ്മനാഥനാണ്. ഇപ്പോഴും അഭൂതപൂർവമായ തിരക്ക്. അല്പസമയത്തിനുള്ളിൽ ഉഷപൂജ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഫ്ലൈഓവറിൽ കാണാൻ സാധിക്കുന്നു. താഴെയും അത് തന്നെയാണ് അവസ്ഥ. ദേശം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി ഇവിടുത്തെ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ദേശം ബോർഡ് മെമ്പർമാരുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 21-ാം തീയതി വരെയാണ് മാസപൂജയ്ക്കായി നട തുറക്കുക. അതിന് ഒരു തവണ കൂടി ചിങ്ങമാസത്തിൽ നട തുറക്കും. അത് ഓണക്കാലത്താണ്. തിരുവോണത്തിന് അയ്യപ്പനെ കാണാൻ വേണ്ടി ഒട്ടേറെ ഭക്തർ എത്താറുണ്ട്. അവർക്ക് അവസരം ഒരുക്കാൻ വേണ്ടിയാണ് ഓണസമയത്ത് നട തുറക്കുന്നത്. 21-ാം തീയതി വൈകിട്ട് വരെ ഈ ചിങ്ങമാസ പൂജകൾക്ക് നട തുറന്നിരിക്കുന്ന സമയത്ത് ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാനായി സാധിക്കും.